ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു സൺഡേ വ്ളോഗാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ എന്തെങ്കിലും വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു, ഫേസ് വാഷൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് രാവിലെ സ്കിൻ കെയർ ഒന്നുമില്ല. എനിക്ക് രാവിലെ തീരെ സമയം കിട്ടാറില്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ. ഞാൻ നൈറ്റാണ് സ്കിൻ കെയർ ചെയ്യാറില്ല. എൻ്റെ 2-3 വീഡിയോസിൻ്റെയൊക്കെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ട്, സ്കിൻ കെയർ ചെയ്യാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. രാവിലെ ഞാൻ സത്യത്തിൽ അങ്ങനെ സ്കിൻ കെയർ ചെയ്യാറില്ല. ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ ഞാൻ യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നേക്കാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് പോകണം. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ ഇട്ടേക്കാന്ന്. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും രാവിലെ അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ലിപ് ബാമായിട്ട് വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആയി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്, തീരാറായി. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ. അങ്ങനെ ബ്ലാക്ക് ടീ വെച്ച് ഞാൻ തുടങ്ങി ഇന്നത്തെ ദിവസം. ഇന്ന് ഞങ്ങളുടെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് കാര്യമായിട്ട് അധികം കഴിച്ചില്ല. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എന്തായാലും ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞങ്ങളിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ രാവിലെ ലൈറ്റായിട്ടേ കഴിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ വാങ്ങണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇതൊക്കെ വാങ്ങിക്കാനുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നേരെ പുറത്തിറങ്ങി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വന്നു. നമ്മളിന്ന് ബീഫ് കറിയാണ് കഴിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. കിട്ടുകയാണ് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അതൊക്കെ കിട്ടും. ഇന്ന് കുട്ടുവിൻ്റെ സ്പെഷ്യൽ ബീഫ്, അങ്ങനെ പറഞ്ഞ പോലെ ഇന്ന് കുട്ടുവിൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ആട്ടോ. അങ്ങനെ ബീഫിൽ മസാലയൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ കുട്ടു പറഞ്ഞത് നമുക്ക് സൺഡേ ബീഫ് വാങ്ങിച്ചിട്ട് കുട്ടുവിൻ്റെ സ്പെഷ്യൽ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ ഓരോ വിസിലടിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് ബീഫൊക്കെ വന്നു. അപ്പോൾ സൈഡിൽ കൂടെ ഞാനൊന്ന് ഹെൽപ്പാക്കാൻ വിചാരിച്ച് സവാള തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. അത് പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വഴക്കുറയായിരുന്നു പോയി ബനിയനിട്ടിട്ട് വരാൻ. അപ്പോൾ ഞാൻ ഇളക്കണുണ്ടോ അപ്പോൾ എന്നാരും സഹായിക്കേണ്ട, ഒറ്റക്ക് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട് മാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പുറത്ത് ബീഫ് റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ബീഫ് ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ബീഫൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റെസിപ്പിയൊന്നും നമ്മളെടുത്ത് ചോദിക്കരുത്. അവനക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൻ ഉണ്ടാക്കി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പെപ്പർ ബീഫായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരട്ടോ, നോക്ക് ഉപ്പ് കറക്റ്റല്ലേ എല്ലാം കറക്റ്റല്ലേ നോക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എൻ്റെ കെട്ടിയവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഞാൻ പറയല്ല, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല നെയ്യുള്ള ബീഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാരണം അടിപൊളിയായിട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഒടുക്കത്തൊരു മണമായിരുന്നു ഗൈസ്. ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ബീഫിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടിൻ്റെ മുഖത്തെ സന്തോഷം നോക്കൂ. പിന്നെ അവിടെ കിച്ചണെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനുള്ളൊരിതിലായിരുന്നു. പിന്നെ അതിന് മുമ്പ് എനിക്ക് കുട്ടു ഓയിലൊക്കെ തേച്ച് ഹെഡ് ഓയിൽ മസാജിങ് ഒക്കെ ആയിരുന്നു. വീഡിയോ എടുക്കുക അറിഞ്ഞപ്പോൾ അവൻ എന്നെ ഇട്ട് കുഴപ്പിക്കുമായിരുന്നു. എൻ്റെ മര്യാദക്ക് ചെയ്തുകൊണ്ടിരുന്നൊക്കെ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ ഇതാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ അടിച്ച് തുടച്ച് കുളിക്കാൻ, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ബീഫ് വെച്ചുകൊണ്ട് കാരണം പൊറോട്ട കഴിക്കാൻ ഭയങ്കര കൊതിയായി. അപ്പോൾ 2 പൊറോട്ട പോയി കുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുട്ടു കാര്യമായിട്ടുള്ളൊരു പണിയിലാണ്. അങ്ങനെ ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് സ്നാക്സ്. എവിടെ തിരിഞ്ഞാലും ഇവിടെ സ്നാക്സാണ്. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണം. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.